നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. Please subscribe our channel. നാളെ 2026 ജൂൺ മാസം 24 ബുധനാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിവിധ ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ജൂൺ 26, 27 തീയതികളിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 26-ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 27-ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യത വർദ്ധിച്ചതിനെ തുടർന്ന് ശനി, ഞായർ ദിവസങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ KEB പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നും അധികമായി വൈദ്യുതി ലഭ്യമായതാണ് നിലവിലെ പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസമായത്. ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഏകദേശം 650 മെഗാവാട്ട് വൈദ്യുതിയാണ് വൻതുക അധിക നിരക്കായി നൽകി KEB പുറത്തുനിന്നും വാങ്ങി സംസ്ഥാനത്ത് എത്തിച്ചത്. എന്നാൽ ഉയർന്ന വില നൽകി വാങ്ങുന്ന ഈ അധിക വൈദ്യുതി സ്ഥിരമായി ലഭ്യമാകില്ലെന്നും വരും ദിവസങ്ങളിലെ വിപണിയിലെ ലഭ്യതയെയും കരാറുകളെയും ആശ്രയിച്ചായിരിക്കും ഇതിന്റെ തുടർച്ചയെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് ഇത്തവണ മഴയുടെ അളവ് ഗണ്യമായി കുറഞ്ഞതാണ് വൈദ്യുതി മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയത്. പ്രധാന ജലവൈദ്യുത പദ്ധതികളുടെ ഡാമുകളിലെ ജലനിരപ്പ് ആശങ്കാജനകമായ രീതിയിൽ താഴ്ന്നു കിടക്കുന്നതിനാൽ ആഭ്യന്തര ഉൽപാദനം പരമാവധി കുറയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. കാലവർഷം ശക്തമാകാത്ത പക്ഷം വരും ദിവസങ്ങളിൽ സംസ്ഥാനം വീണ്ടും കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നാണ് KEB നൽകുന്ന മുന്നറിയിപ്പ്. സാഹചര്യം പൂർണ്ണമായും അനുകൂലമല്ലാത്തതിനാൽ പൊതുജനങ്ങൾ വൈദ്യുതി ഉപയോഗത്തിൽ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് ബോർഡ് അഭ്യർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വൈകുന്നേരം 6 മണി മുതൽ രാത്രി 11 മണി വരെയുള്ള പീക്ക് അവേഴ്സിൽ എയർ കണ്ടീഷണറുകൾ, വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഉയർന്ന ഉപഭോഗമുള്ള ഉപകരണങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്നും എങ്കിൽ മാത്രമേ വരും ദിവസങ്ങളിൽ ലോഡ് ഷെഡിംഗ് പോലുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കാതിരിക്കാൻ സാധിക്കൂ എന്നും KEB വ്യക്തമാക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ ഉടൻ തന്നെ അവർക്ക് ആധാർ കാർഡ് എടുക്കണമെന്ന സംസ്ഥാന IT മിഷൻ. നവജാത ശിശുക്കൾക്കുൾപ്പെടെ ആധാറിന് എൻറോൾ ചെയ്യാം. 5 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റ് വേളയിൽ ബയോമെട്രിക് ഘടകങ്ങളായ വിരലടയാളം, കൃഷ്ണമണി രേഖ ശേഖരിക്കില്ല. മാതാപിതാക്കളുടെ ആധാറുമായി ബന്ധിപ്പിച്ചാണ് കുട്ടികൾക്ക് ആധാർ നൽകുന്നത്. കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് മാത്രം ഹാജരാക്കിയാൽ മതിയാകും. സമയബന്ധിതമായി ആധാർ എടുക്കുന്നത് കുട്ടികൾക്ക് ഭാവിയിൽ വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കാൻ സഹായകമാകും. കുട്ടികൾക്ക് 5 വയസ്സിലും 15 വയസ്സിലും ബയോമെട്രിക് വിവരങ്ങൾ, പ്രധാനമായും വിരലടയാളം, കൃഷ്ണമണി രേഖ, ഫോട്ടോ എന്നിവ നിർബന്ധമായും പുതുക്കണം. 5 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഈ നിർബന്ധിത പുതുക്കൽ സെപ്റ്റംബർ വരെ എല്ലാ ആധാർ കേന്ദ്രങ്ങളിലും സൗജന്യമായി ചെയ്യാം. കൃത്യസമയത്ത് ബയോമെട്രിക്സ് പുതുക്കാത്ത ആധാർ കാർഡുകൾ താൽക്കാലികമായി അസാധുവാക്കാൻ സാധ്യതയുണ്ട്. സ്കോളർഷിപ്പുകൾ, റേഷൻ കാർഡിൽ പേര് ചേർക്കൽ, അഡ്മിഷനുകൾ, ഡിജി ലോക്കർ, അബാർ, പാൻ കാർഡ് എന്നിവയ്ക്ക് ആധാർ ആവശ്യമാണ്. പുതിയ ആധാർ എടുക്കൽ, ബയോമെട്രിക് പുതുക്കൽ, മൊബൈൽ, ഇമെയിൽ മാറ്റൽ തുടങ്ങിയ സേവനങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റ് അംഗീകൃത ആധാർ കേന്ദ്രങ്ങളിലും ലഭ്യമാണ്. പരാതികൾ അറിയിക്കുന്നതിന് സിറ്റിസൺ കോൾ സെന്ററിലോ കേരള സ്റ്റേറ്റ് IT മിഷന്റെ ആധാർ വിഭാഗത്തിലോ ബന്ധപ്പെടാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ സ്ത്രീകൾക്കായുള്ള വിവിധ വായ്പാ പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നിലവിൽ വിദ്യാഭ്യാസ വായ്പ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാം. 16 മുതൽ 32 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് വിദ്യാഭ്യാസ വായ്പയ്ക്ക് അർഹതയുള്ളത്. കൂടാതെ സ്വയം തൊഴിൽ വായ്പകളും പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായവും ഇതിലൂടെ ലഭ്യമാണ്. വിവിധ ആവശ്യങ്ങൾക്കായി വിതരണം ചെയ്യുന്ന ഈ വായ്പകളുടെ പലിശ നിരക്ക് 3% മുതൽ 6% വരെ മാത്രമാണ്. 3 വർഷം മുതൽ 5 വർഷം വരെ തിരിച്ചടവ് കാലാവധിയുള്ള ഈ ലോണുകൾ വസ്തുജാമ്യത്തിന്റെയോ ഉദ്യോഗസ്ഥ ജാമ്യത്തിന്റെയോ അടിസ്ഥാനത്തിലായിരിക്കും അനുവദിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നതിൽ കാലതാമസമുണ്ടാകില്ലെന്നും മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ VD സതീശൻ നിയമസഭയിൽ ഇന്ന് പറഞ്ഞു. അർഹരായ എല്ലാവർക്കും മുടങ്ങാതെ പെൻഷൻ നൽകാൻ വേണ്ട എല്ലാ നടപടിയും സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബജറ്റിന്മേലുള്ള പൊതുചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളോട് നൽകിയ വാഗ്ദാനം എത്രയും പെട്ടെന്ന് തന്നെ പാലിക്കും.
പെൻഷൻ ഗുണഭോക്താക്കളുടെ കാര്യത്തിൽ ആവശ്യമായ പരിശോധന നടത്തും. അനർഹർ പട്ടികയിലുള്ളത് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇന്ന് ജൂൺ 23 ചൊവ്വാഴ്ച സർക്കാർ കടമെടുക്കുന്നുണ്ട്. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ 24 മുതൽ ആരംഭിക്കും. ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജൂൺ 26 മുഹറം പ്രമാണിച്ച് പൊതു അവധിയായതിനാൽ അക്കൗണ്ടുകളിലേക്കുള്ള വിതരണവും അവധിക്ക് ശേഷം തുടർന്നേക്കാം. എങ്കിലും ജൂൺ 25 തന്നെ തുക അക്കൗണ്ടുകളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. മുഹറം അവധിക്ക് ശേഷം, അതായത് ജൂൺ 27, 28 തീയതികളിലായിരിക്കും വീടുകളിലെത്തിയുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുക. ജൂലൈ 5 സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം പൂർണ്ണമായും സജ്ജമാക്കുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനും വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്കുള്ള രേഖകൾ നൽകാനും ഇനി 7 ദിവസം കൂടിയാണ് സമയമുള്ളത്. എന്നാൽ ഇത് എല്ലാവരും നൽകേണ്ടതില്ല. മാർച്ചിന് മുൻപ് നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള വിധവ അവിവാഹിത പെൻഷൻകാർ ഇപ്പോൾ വീണ്ടും നൽകേണ്ടതില്ല. അന്ന് നൽകാൻ കഴിയാത്തവർ മാത്രം ഇപ്പോൾ സമർപ്പിച്ചാൽ മതി. അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് നേരത്തെ നൽകിയവരും വീണ്ടും നൽകേണ്ടതില്ല. 2019 ഡിസംബർ 31 മുൻപ് പെൻഷൻ അനുവദിച്ച് കിട്ടിയവർ മാത്രമാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത്. അതിനുശേഷം പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർ ഈ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല. ഏറ്റവും അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്ന സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. 2026 ജൂൺ 23 ഇന്ന് ചൊവ്വാഴ്ച 22 കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 190 രൂപ കുറഞ്ഞ് 13,375 രൂപയും പവന് 1,520 രൂപ കുറഞ്ഞ് 1,07,000 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ വാർത്തകൾ ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക. Please subscribe our channel.